ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. വത്തിക്കാനിൽ നടന്ന സംസ്കാര ചടങ്ങിന് സാക്ഷിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും വിവിധ ലോക നേതാക്കളും ഉൾപ്പെടെ 2.5 ലക്ഷത്തിലധികം പേർ. 15ാമത് റോസ്ഗർ മേളയിൽ രാജ്യത്തെ 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമനപത്രം വിതരണം ചെയ്തു. സുരക്ഷാസേനയുടെ നീക്കങ്ങളുടെയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും എല്ലാ മാധ്യമങ്ങളും വിട്ടുനിൽക്കണമെന്ന് കേന്ദ്രം. വ്യോമാതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വിമാന കമ്പനികൾക്കും നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗിന് മുന്നോടിയായി പുരോഗതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. ആഗോള റോമൻ കത്തോലിക്ക സഭയുടെ തലവന് റോമിലെ സാന്താ മരിയ മജോറയിൽ അന്ത്യനിദ്ര. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെ വിവിധ ലോക നേതാക്കൾ, വിശിഷ്ട വ്യക്തികൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിപുലമായ ആചാരാനുഷ്ഠാനങ്ങളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവരും കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്തു. 2,50,000-ത്തിലധികം പേരാണ് സംസ്കാര ചടങ്ങിൽ ഒത്തുകൂടിയത്. രാഷ്ട്രനിർമ്മാണത്തിലും വികസനത്തിലും യുവാക്കൾക്ക് വലിയ പങ്കാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാമത് ദേശീയതല റോസ്ഗർ മേളയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, ആഭ്യന്തര സുരക്ഷ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നിവ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന യുവതീ യുവാക്കളുടെ വലിയ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 51,000 പേർക്കാണ് ഇന്ന് നിയമന പത്രം വിതരണം ചെയ്തത്. രാഷ്ട്രനിർമ്മാണത്തിനായി പ്രവർത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമായി സർക്കാർ ജോലിയെ യുവാക്കൾ കാണണമെന്ന് കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ. തിരുവനന്തപുരത്ത് ആദായനികുതി വകുപ്പ് സംഘടിപ്പിച്ച 15ാമത് റോസ്ഗർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമന ഉത്തരവ് ലഭിച്ച യുവാക്കൾ സർക്കാർ ഘടനയുടെ ഭാഗമാവുകയാണെന്നും വികസിത ഭാരതത്തിലേക്ക് നീങ്ങുന്ന രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് നിർണായകമായ പങ്കുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കായി 170ഓളം ഉദ്യോഗാർത്ഥികൾക്കാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിയമന ഉത്തരവുകൾ നൽകിയത്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾ രാജ്യത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും അർത്ഥവത്തായ സംഭാവന നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആദായനികുതി വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച റോസ്ഗർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ പഠനത്തിലൂടെയും നൈപുണ്യ വികസന സംരംഭങ്ങളിലൂടെയും രാജ്യത്തെ തൊഴിൽ ശക്തിയെ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ 169 പേർക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സുരക്ഷാസേനയുടെ നീക്കങ്ങൾ തുടങ്ങിയവയുടെ തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും എല്ലാ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സമൂഹമാധ്യമ ഉപയോക്താക്കളും വിട്ടുനിൽക്കണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. വിശദാംശങ്ങളിലേക്ക്. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന വിവരങ്ങൾ മുൻകൂട്ടി വെളിപ്പെടുത്തുന്നത് എതിരാളികളെ സഹായിക്കുമെന്നും സൈനികരുടെ സുരക്ഷയ്ക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കാനിടയുണ്ടെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിയന്ത്രണരഹിതമായ മാധ്യമ റിപ്പോർട്ടിംഗ്, കാർഗിൽ യുദ്ധം, മുംബൈ ഭീകരാക്രമണം, കാണ്ഡഹാർ തട്ടിക്കൊണ്ടുപോകൽ എന്നിവയെ പ്രതികൂലമായി ബാധിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു. പ്രതിരോധ സുരക്ഷാ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദാംശങ്ങളിലേക്ക് ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗ് പരിമിതപ്പെടുത്തണം. പ്രതിരോധ സുരക്ഷാ സംബന്ധിയായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി ഉത്തരവാദിത്തം നിർവഹിക്കാനും നിലവിലുള്ള കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക്സ് ഭേദഗതി നിയമം 2021 വ്യവസ്ഥകൾ കർശനമായി പാലിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വ്യോമാതിർത്തി നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സൌകര്യാർത്ഥം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. വ്യോമപാതയിലെ മാറ്റങ്ങൾ, യാത്രാസമയം, യാത്രയ്ക്കിടെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്നിവ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകണം. ഏതെങ്കിലും സാങ്കേതിക സ്റ്റോപ്പ് ഓവറുകൾ ഉൾപ്പെടെ യഥാർത്ഥ യാത്രാസമയം അടിസ്ഥാനമാക്കി ഭക്ഷണ വിതരണം പരിഷ്കരിക്കാനും വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാകുന്നു. അടുത്ത മാസം 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. കമ്മീഷൻ ചെയ്യുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞത്ത് നേരിട്ടെത്തി വിലയിരുത്തുകയാണ്.
സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുള്ള ബോധവൽക്കരണവും മൂർത്തമായ നടപടികളും അടങ്ങുന്ന സമഗ്ര പദ്ധതിയിലൂടെ മാത്രമേ ലഹരിമരുന്നെന്ന മാരക വിപത്തിനെ ചെറുക്കാനാകൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലഹരി വിപത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ബ്രേക്കിംഗ് ഡി ക്യാമ്പയിനിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം കൂടുതൽ ഊർജിതമാക്കണമെന്നും ഗവർണർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണിയിൽ രാവിലെ 6:45-നും വൈകുന്നേരം 6:30-നും പ്രക്ഷേപണം ചെയ്യുന്ന മലയാളം പ്രാദേശിക വാർത്തകൾ നാളെ മുതൽ വിവിധ് ഭാരതി അനന്തപുരി എഫ്എമ്മിലും ഇതേ സമയം ലഭ്യമാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 121-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഇന്നു മുതൽ ഈ മാസം 28 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കണ്ണൂർ ജില്ലയിൽ മലമ്പനിക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കി. 2027 അവസാനത്തോടെ മലമ്പനി നിവാരണ ജില്ലയാക്കാനുള്ള പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ജില്ലയിൽ ഈ വർഷം 16 മലേറിയ കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 10 കേസുകൾ അതിഥി തൊഴിലാളികൾക്കിടയിലും 6 കേസുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി മടങ്ങിയെത്തിയ മലയാളികളിലുമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് സർവേ പ്രകാരം കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരമേഖലയിലും മലയോര പ്രദേശം ഉൾപ്പെടുന്ന മറ്റ് പഞ്ചായത്തുകളിലും മലമ്പനി രോഗം പരത്തുന്ന കൊതുകുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി കൊതുക് നിയന്ത്രണ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ പ്രചരണ പരിപാടിയും നടന്നുവരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30-ന് മത്സരം ആരംഭിക്കും. അന്തരിച്ച ചരിത്രകാരനും ICHR മുൻ ചെയർമാനുമായ MGS നാരായണന് ചരിത്ര നഗരത്തിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതിയോടെ മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ സംസ്കരിച്ചു. മന്ത്രി AK ശശീന്ദ്രൻ, മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു. രഞ്ജിനി സംഗീത സഭയുടെ സുവർണ ജൂബിലി ആഘോഷം മന്ത്രി VN വാസവൻ നാളെ വൈകുന്നേരം കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ നിർവഹിക്കും. ശ്രീമതി കമല ദീപ്തി അവതരിപ്പിക്കുന്ന സംഗീത സദസ്സും തുടർന്ന് നടക്കും. കാസർഗോഡ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 വീടുകളിൽ നിന്ന് MDMAയും കഞ്ചാവും പിടികൂടി. കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ ഷാജഹാൻ അബൂബക്കർ, അജാനൂർ കടപ്പുറത്തെ നൌഷാദ് എന്നിവരുടെ വീടുകളിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. കേരളത്തിൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് www.lbscenter.kerala.gov.in ൽ ഓൺലൈനായി മറ്റന്നാൾ മുതൽ രജിസ്റ്റർ ചെയ്യാം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന കോഴിക്കോട് സിറ്റി ജില്ലാ വികസിത കേരളം കൺവെൻഷനും ജില്ലാ നേതൃയോഗവും നാളെ നടക്കും. വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴിയെടുത്തു. കണ്ണൂർ നടാലിലെ വീട്ടിലെത്തിയാണ് ബത്തേരി ഡിവൈഎസ്പിയും സംഘവും മൊഴിയെടുത്തത്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. സമൂഹത്തിലെ സാധാരണക്കാരെ സഹായിക്കാനുള്ള അവസരമാണ് സിവിൽ സർവീസിലൂടെ ലഭിക്കുന്നതെന്ന് മന്ത്രി R ബിന്ദു. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു മന്ത്രി. വലിയ ഉത്തരവാദിത്തമാണ് റാങ്ക് ജേതാക്കളുടെ മുന്നിലുള്ളതെന്നും ഉദ്യോഗസ്ഥർ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാകണമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകി ലോകം. വത്തിക്കാനിൽ നടന്ന സംസ്കാര ചടങ്ങിന് സാക്ഷിയായി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും വിവിധ ലോക നേതാക്കളും ഉൾപ്പെടെ 2.5 ലക്ഷത്തിലധികം പേർ. 15ാമത് റോസ്ഗർ മേളയിൽ രാജ്യത്തെ 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമനപത്രം വിതരണം ചെയ്തു. സുരക്ഷാ സേനയുടെ നീക്കങ്ങളുടെയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും എല്ലാ മാധ്യമങ്ങളും വിട്ടുനിൽക്കണമെന്ന് കേന്ദ്രം. വ്യോമാതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വിമാന കമ്പനികൾക്കും നിർദ്ദേശം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗിന് മുന്നോടിയായി പുരോഗതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25